പ്രാർത്ഥിച്ചാലേ അവളെ കിട്ടുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കണ്ട. എടാ, നീ മുകളിലേക്ക് നോക്കി വിമാനം കാണുന്നവനാ, ഞങ്ങളെ വിമാനത്തിൽ പറക്കുന്നവരാ. മര്യാദയ്ക്ക് ഇരുന്നാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിലേ നീ ജീവനോടെ ഉണ്ടാവില്ല. ഓ, ആ സ്ത്രീയുടെ ശബ്ദം കേട്ടില്ലേ? ഡയറക്ടർ ഡബ് ചെയ്ത പോലുണ്ടല്ലേ? ഡാ, എന്ത് പറ്റിയാണ് നിനക്ക്? അല്ല വിജയ്, അർച്ചനയ്ക്ക് ശബ്ദം കിട്ടി എങ്ങനെ ഇരിക്കും? ആർക്കറിയാം, ഇപ്പൊ കേട്ട ശബ്ദം പോലെ ഇരുന്നാലും മതി. ചച്ച, ലതാ മങ്കേഷ്കറിന്റെ ശബ്ദമായിരിക്കും. ലതാ മങ്കേഷ്കർ സംസാരിക്കുന്ന നീ കേട്ടതുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. നന്നായി സംസാരിക്കുന്നവർ പാടുമ്പോൾ ചിലപ്പോൾ അവരുടെ ശബ്ദം ഇങ്ങനെയായിരിക്കും. കേട്ടിട്ടില്ലേ? ഛേ, അർച്ചനയുടെ ശബ്ദം എന്തായാലും നല്ലതായിരിക്കും. നീ അങ്ങനെ വിചാരിച്ചോ? എനിക്ക് ഇത്രയും നല്ലത് തോന്നിയിട്ടില്ല വിജയ്. എന്തുവാടാ? അല്ല വിജയ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി. അർച്ചന എന്നോട് ആംഗ്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം സങ്കല്പിച്ച് എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു സുന്ദരമായ ശബ്ദം എനിക്ക് മാത്രം കേൾക്കാൻ പറ്റിയാൽ? ഡബ്ബിംഗ് പടം കാണുന്ന പോലെ ഇരിക്കല്ലേ? നിന്നോട് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. നീ എവിടെ പോവാ? ഞാൻ ഉടൻ തന്നെ പോകുന്നു. അർച്ചനയുടെ ശബ്ദം കേൾക്കുന്നു. അവൾക്കൊരു ശബ്ദമുണ്ട്, അത് മനോഹരമായ ശബ്ദമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ സന്തോഷിക്കും. നീ ഇവിടെ ഞെക്കി പിടിച്ചോണ്ടിരുന്നോ, ഞാൻ പോയിട്ട് വരാം. 1500 ശബ്ദമെങ്കിലും കേരളത്തിലുള്ളവർ കേട്ട് കഴിഞ്ഞു. അപ്പൊ അവൻ വേറെ ശബ്ദം അന്വേഷിച്ചു പോകുന്നു. ഇവനൊന്നും വേറെ പണിയില്ലേ? ഇയാളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ പേര് പറ. പറയാനല്ലേ പറഞ്ഞത്? പ്ലീസ്. ARCHANA, അർച്ചന. വാവ്. എന്റെ പേര് പറ. എന്താ കാര്യം? പറയാം, ആദ്യം നീ എന്റെ പേര് പറ. KARTHIK, കാർത്തിക്. ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തിനാ വന്ന്? ഞങ്ങള് പിക്നിക്കിന് വന്നതാ. യെസ്. വെയിറ്റ്, എന്താ ഇതൊക്കെ? അർച്ചന, നിന്റെ ശബ്ദം നന്നായിട്ടുണ്ട്. ശബ്ദമോ? എന്റെയോ? അതെ അർച്ചന, നീ സംസാരിക്കുമ്പോ ഞാൻ നിനക്കൊരു ശബ്ദം സങ്കല്പിക്കും. നിന്റെ ശബ്ദം എത്ര നല്ലതാണെന്നറിയോ? അല്ല, നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ഹേ, ഇല്ലില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി മതി. അങ്ങനെ ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കണ്ട. അയ്യോ അർച്ചന, ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഭാവനയിലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമായിരിക്കും, എനിക്ക് കേൾക്കില്ല. കാരണം ഞാനല്ല അത്. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ രണ്ടുപേരോട് സംസാരിക്കോ? സത്യസന്ധതയോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നവര് മാത്രം എന്നെ സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ മതി. എനിക്കെന്ത്? സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ശബ്ദം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കണ്ട. വേണ്ട. അർച്ചന, അർച്ചന, സോറി അർച്ചന, ഞാൻ വേറൊന്നും ഓർത്ത് പറഞ്ഞതല്ല. ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ. കാർത്തിക്, എന്തു പറ്റി? അവൾ അവസാനം എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ? അത് എനിക്ക് ശബ്ദമില്ല, ആവശ്യമില്ല. ഈ ലോകത്തോട് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ ഉണ്ടായത്? നമുക്ക് പിന്നീട് കാണാം.
നിനക്ക് വീട്ടിലിരിക്കായിരുന്നല്ലോ. ശബ്ദം കണ്ടുപിടിക്കാൻ വേണ്ടി ഓടിയത്. ഇപ്പൊ നിനക്ക് ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പച്ചലയിന്ന് പെട്രോളോ കടൽ വെള്ളത്തിൽ നിന്ന് കുടിനീരോ സുനാമി ഇല്ലാതാക്കുന്ന യന്ത്രോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാ പോരെ. അവൻ ശബ്ദം കണ്ടുപിടിക്കും. അവൾക്ക് ഇഷ്ടാവൂന്ന് വിചാരിച്ചിട്ടാ. അത് ഞാൻ കണ്ടതല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഞാൻ സൈറ്റിലും കാണാൻ പോയി എന്തെങ്കിലും കണ്ടുപിടിക്കും. വിജയ്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? പിന്നെന്താ, ഇതിനു വേണ്ടിയാണ് അവൻ എത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കാർത്തിക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാൾ ഒരു പ്രതീക്ഷയില്ലാതെ അവളുടെ ഒരു കുറവും കാണാതെ സ്വീകരിച്ച നിങ്ങള് ഇപ്പൊ ശബ്ദം അത് ഇതെന്നൊക്കെ പറഞ്ഞാ അവൾക്ക് കുറവുണ്ടെന്നല്ലേ അവള് വിശ്വസിക്കൂ? ഞാൻ ആലോചിച്ചിട്ട് അർച്ചനയുടെ ഭാഗത്താ ന്യായമുള്ളത്. ഇപ്പൊ ഞാനേ തന്റെ മുന്നിൽ വന്നിട്ട് താൻ സുന്ദരിയാണെന്ന് പറഞ്ഞാ തനിക്ക് ദേഷ്യം വരും. ഹലോ, വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ ചൂടാൻ തുടങ്ങിയാൽ എങ്ങനെയാ? തെറ്റായിപ്പോയി. അവൾക്ക് ഇഷ്ടാവെന്ന് പോലും ആലോചിക്കാതെ അവളുടെ ശബ്ദം ഞാൻ സങ്കല്പിച്ചു പോയി. ഇപ്പൊ തന്നെ പോയി മാപ്പി വയ്ക്കാം. കാർത്തിക്, അവളോട് എന്ത് സംസാരിക്കണമെന്ന് നല്ലോണം ആലോചിച്ചിട്ട് വേണം പോവാൻ. കണ്ണാൽ മിണ്ടും പെണ്ണെ നീ മാപ്പു തരില്ലേ, കവിത എഴുതി പാടാ നീ മാപ്പു തരില്ലേ. അർച്ചനെ പ്ലീസ്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. എന്താ അർച്ചന, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ? ബാബു സ്റ്റേ ദർ. അർച്ചനെ വീട്ടിലേക്ക് പോയിക്കോളൂ. അർച്ചനെ വീട്ടിലേക്ക് പോകാൻ. എന്താ സീരിയസ്നെസ് അറിയാതെ വാക്കിങ്ങിന് പോകുന്നേ? എന്താ സാർ? ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്നു ബാബു. ഓ, ഷി വാസ് ഷോട്ട് ബൈ ഹർ ഓൺ ബോഡി ഗാർഡ്സ്. 36 ബുള്ളറ്റ് ആയിരുന്നു ബാബു. ഡൽഹി ബഹളം നടന്നുകൊണ്ടിരിക്കുക. 6 പാവങ്ങൾ വെടിവെച്ച് കൊന്നു. ഇവിടെ ഏത് നിമിഷവും ബഹളം ഉണ്ടാകാം. അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ സാറ് വന്നേ. ആ സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ബാബു. ബാബു എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ? മുഖ്യമന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്താ ചെരുപ്പ് പൊട്ടിയത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇന്ദിരാഗാന്ധി മരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണെങ്കിൽ അസുഖമായിട്ട് ആശുപത്രി കിടക്കുക. ഈ ഷോക്ക് എങ്ങനെ അദ്ദേഹം താങ്ങും? ബുദ്ധിമുട്ടാണ്. ഒരു പ്രൈം മിനിസ്റ്റർക്ക് ശരിയായ സെക്യൂരിറ്റി ഇല്ലെങ്കിലുള്ള കാര്യം ആലോചിച്ചു.